ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ പറഞ്ഞാൽ ഞാൻ പറഞ്ഞിരുന്നല്ലോ ഷോപ്പിൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ മീറ്റിങ്ങിന് വേണ്ടിയിട്ട് പോകാൻ വേണ്ടി ഒരുങ്ങാം കേട്ടോ. കറക്റ്റ് 10 മണിക്ക് അവിടെ എത്തണം. അപ്പോൾ കുറച്ച് ജസ്റ്റ് ഒരു ഗിഫ്റ്റൊക്കെ വാങ്ങിക്കാറുണ്ട്. നമ്മൾ ന്യൂ ഇയറൊക്കെ ആയിട്ട് ഒരു ഫ്രണ്ടിനെ തിരഞ്ഞെടുക്കുന്നുണ്ട്. ഇന്ന് ന്യൂ ഇയറൊക്കെ കഴിഞ്ഞു, പക്ഷേ എങ്കിലും അധികം ലേറ്റായിട്ടൊന്നുമില്ലല്ലോ. അപ്പോൾ നമ്മൾ പുതിയ വർഷമൊക്കെ അല്ല, അപ്പോൾ അതിന് ഗിഫ്റ്റ് വാങ്ങിക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ കുറച്ച് ലേറ്റായിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം. അപ്പോൾ ഓക്കെ. അപ്പോൾ ഞാനിതാ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ. ഞാൻ കുറച്ച് ലേറ്റായി തന്നെ ഭയങ്കര ടെൻഷനായിരിക്കും. എല്ലാ കാര്യങ്ങളും അന്നത്തെ ദിവസം പിന്നെ ലേറ്റായിരിക്കും കേട്ടോ. അങ്ങനെ ഞാൻ വീട്ടിൽ നിന്ന് ചായയൊക്കെ കുടിച്ചൂതെ ഇറങ്ങുകയാണ്. അപ്പോൾ എൻ്റെ വീട്ടിൽ ഫ്രണ്ടിൽ തന്നെ ഒരാളിരിക്കുന്നുണ്ട് കേട്ടോ. ആൾക്ക് ടാറ്റ കൊടുക്കുകയാണ്. അപ്പം അങ്ങനെ നമ്മൾ വണ്ടിയിൽ കയറി എന്താ തിരൂർക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പം ഇൻഷാല്ല എനിക്ക് ഗിഫ്റ്റ് പോകുന്ന വഴിക്ക് ഗിഫ്റ്റ് വാങ്ങിച്ചിട്ട് വേണം പോവാൻ. പിന്നെ എന്താ പറയുക, കൃത്യം 10 മണിക്ക് മീറ്റിംഗ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ എത്തണം. ഞങ്ങൾക്ക് മാസത്തിൽ 2 പ്രാവശ്യം മീറ്റിംഗ് ഉണ്ടാവും കേട്ടോ. മാസം ഫസ്റ്റിലും അതുപോലെ തന്നെ ലാസ്റ്റിലും മീറ്റിംഗ് ഉണ്ടാവും. അപ്പോൾ ഫസ്റ്റിൽ മീറ്റിംഗ് കുറച്ച് ലേറ്റായിപ്പോയി. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളും പോക്കൊക്കെയാണ്. ബാക്കി ഇൻഷാല്ലാ കാണിക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഗിഫ്റ്റ് വാങ്ങിക്കണമെന്ന്. അപ്പോൾ അതാ ഗിഫ്റ്റ് വാങ്ങിക്കാൻ വേണ്ടി കയറിയതാട്ടാ. ഒരു ബാഗ് വാങ്ങിച്ചു കേട്ടോ. ആ സമയത്ത് ഒരു ഷോപ്പും തുറന്നിട്ടില്ലേ. രാവിലെ ഞാൻ 9:30ക്കാണ് കേട്ടോ പോകുന്നത് ഗിഫ്റ്റ് വാങ്ങിക്കാൻ. അപ്പോൾ ഞാനതൊക്കെ വാങ്ങിച്ചു. ഇതാ തിരൂർ മെട്രോ റെസിഡൻസിയിൽ വെച്ചിട്ടാണ് കേട്ടോ മീറ്റിംഗ് നടക്കാറില്ല മാസം. അപ്പോൾ എൻ്റെ കൂടെ എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, ഞാനും അവളും കൂടെ ഇതാ ലിഫ്റ്റ് കയറി ഞങ്ങളിങ്ങനെ പോവുകയാണ് കേട്ടോ ഹാളിലേക്ക്. അപ്പോൾ ഞാനിതാ ഹാളിലെത്തി. മീറ്റിംഗ് ഈ ഹാളിൽ വെച്ചിട്ടാണ് കേട്ടോ നടക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്നും എത്തിയിട്ടില്ല, കുറച്ച് പേരൊക്കെ എത്തിയിട്ടുള്ളൂ. ഞാൻ വിചാരിച്ചു ടെൻഷൻ അടിച്ചിട്ടാണ് വന്നത് കേട്ടോ. ഒരുപാട് നേരം വൈകിയോ എന്നുള്ള ടെൻഷനിലായിരുന്നു വന്നിരുന്നത്. അപ്പോൾ ഞങ്ങളിതാ ഞാനിപ്പോൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ പേപ്പറുകൾ ഇങ്ങനെ ജസ്റ്റ് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെറുതായിട്ട്. കള്ളനും പോലീസും കളിക്കില്ല, അതുപോലെ നമുക്ക് പേരും അതൊക്കെ എഴുതാൻ വേണ്ടിയിട്ട് ഗിഫ്റ്റിനെ തിരഞ്ഞെടുക്കാനായിട്ടോ. ഇത് നമ്മുടെ ഷോപ്പിലുള്ള അടിപൊളി കേട്ടോ. ആൾ മുന്താസ്ത എന്ന് പറയും. വർക്കിലൊക്കെ അടിപൊളി മുന്നിൽ നിൽക്കുന്നതാണ്. പിന്നെ ഇത് ഇപ്പം നിങ്ങൾ കണ്ടതെന്ന് വെച്ചാൽ കമ്പനി ഇൻഷുറൻസ് അച്ചീവ്മെൻറ്റ് ചെയ്തവരാട്ടോ. കഴിഞ്ഞ വർഷം 2024 നമ്മുടെ കമ്പനി നമുക്ക് തന്നിട്ടുള്ള ഇൻഷുറൻസ്, ഹെൽത്ത് ഇൻഷുറൻസ് അച്ചീവ് ചെയ്തവരാണ് കേട്ടോ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞു. ഗിഫ്റ്റൊക്കെ ഒരുവിധം നമ്മുടെ ഷോപ്പിൻ്റെ നമ്മൾ ടാർഗറ്റും കാര്യങ്ങളൊക്കെ അതൊക്കെ ചെയ്തു. സാലറി ചെയ്ത് അവരൊക്കെ ഗിഫ്റ്റൊക്കെ കൊടുത്തതിന് ശേഷം ഇതാണ് കേട്ടോ പ്രണവ്. ഞാനൊരു ഹൗസ് വാമിങ്ങിന് പോകുന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായി. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണണം കേട്ടോ. അപ്പം ആ ഒരു എന്താ പറയുക, ഗിഫ്റ്റ് കൊടുക്കുന്ന ആ ഒരു ഇതാണ് കേട്ടോ, സമയമാണിപ്പോൾ. നമ്മൾ ന്യൂ ഇയർ ഫ്രണ്ടിനെ തിരഞ്ഞെടുക്കുക പറഞ്ഞിരുന്നല്ലോ, അതിൻ്റെ ഒരു ഇതാട്ടോ. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ ആൾ തന്നെയാണ് മുന്താസ്ത പറഞ്ഞത്. മാഷാ അല്ലാ അടിപൊളിയാണ് കേട്ടോ. എന്താ പറയുക, നല്ല മോട്ടിവേഷനും നല്ല സ്നേഹം, നല്ല കെയറിങ്, ഒരു സ്വന്തം അനിയത്തിയെ പോലെ അങ്ങനെയൊക്കെ നല്ലൊരു എന്താ പറയുക, എനിക്ക് ഷോപ്പിൽ പോയാൽ നല്ലൊരു ഇത് കിട്ടലുണ്ട് ആ ഒരു ഭാഗത്തു നിന്ന് കേട്ടോ. പിന്നെ എനിക്ക് കിട്ടിയ മെഡലാണ് കേട്ടോ 2024 ലാസ്റ്റ് കിട്ടിയ ഒരു അച്ചീവ്മെൻ്റ് എന്ന് പറയാൻ. പിന്നെ എനിക്ക് കിട്ടിയ ഗിഫ്റ്റാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. എനിക്ക് ന്യൂ ഇയർ ഫ്രണ്ടിൻ്റെ അടുത്തുനിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഒരു ജഗ്ഗാണ് കേട്ടോ. കുഴപ്പമില്ല, അൽഹംദുലില്ലാ നല്ലൊരു ഭംഗിയുള്ള ക്യൂട്ടായിട്ടുള്ള നല്ലൊരു ജഗ്ഗ് കേട്ടോ. നമുക്ക് അത്യാവശ്യം വെള്ളം ജ്യൂസൊക്കെ എടുക്കാൻ പറ്റുന്ന നല്ലൊരു ജഗ്ഗായിരുന്നു എനിക്ക് കിട്ടിയത്. പിന്നെ എനിക്ക് നെക്സ്റ്റ് കിട്ടിയൊരു ഗിഫ്റ്റും കൂടെ ഉണ്ട് കേട്ടോ. അതും കൂടെ ഞാൻ കാണിക്കാം. അത് നല്ലൊരു ഗിഫ്റ്റ് തന്നെയായിരുന്നു, എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. അതൊരു ജസ്റ്റ് ഒരു നല്ലൊരു കപ്പായിരുന്നു കേട്ടോ, നമ്മൾ കോഫിയൊക്കെ കുടിക്കുന്ന കപ്പ്. അപ്പോൾ ഗൈസ് ഞാൻ വീട്ടിലെത്തിട്ടോ. വരുമ്പോൾ എനിക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ കഴിഞ്ഞില്ല, തിരക്ക് കാരണം അവിടുത്തതും എടുക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ വീട്ടിലെത്തിയിട്ടുണ്ട്. ഗിഫ്റ്റൊക്കെ കിട്ടി. എന്താ പറയുക, അൽഹംദുലില്ലാ ന്യൂ ഇയർ ഫ്രണ്ടിനെയൊക്കെ സെലക്ട് ചെയ്തു. നിങ്ങൾ വീഡിയോയിലൊക്കെ എല്ലാ കാര്യങ്ങളും കണ്ടു എന്ന് വിചാരിക്കണേ. പിന്നെ എനിക്കൊന്ന് ഫ്രഷ് ആവണം, എല്ലാം കഴിഞ്ഞു ഒന്ന് ഫുഡ് കഴിക്കണം. ഫുഡ് കഴിച്ചിട്ടില്ല. അത്രയും അവിടെ എന്താ പറയുക, തിരക്ക് കാരണം നമുക്ക് ശരിക്ക് ഫുഡ് കഴിക്കാൻ ഒന്നിനും സമയം കിട്ടിയിട്ടില്ല. അപ്പോൾ സമയം ഒരുപാടായി, വൈകുന്നേരം ഏകദേശം ഒരു 3:30 ആ ടൈമൊക്കെ ആയിട്ടോ. അപ്പോൾ ഫുഡ് കഴിക്കാത്തതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു ക്ഷീണമുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോസ് ഇത്രയൊക്കെ ഉള്ളൂ. എന്തെങ്കിലുമൊക്കെ തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടായി ക്ഷമിക്കണം കേട്ടോ. അപ്പോൾ ഓക്കെ, പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ടാറ്റാ, ബൈ.